ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പവിത്രം എന്ന പ്രേക്ഷകർ എല്ലാം തന്നെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് പരമ്പര പെട്ടെന്ന് അവസാനിച്ചത്. പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിൽ ആയിരുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏറെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് പരമ്പര അവസാനിച്ചിരുന്നത്. എന്നാൽ പരമ്പരയുടെ രണ്ടാം ഭാഗം ഉടൻ തന്നെ, അതായത് മെയ് 18-ാം തീയതി വരുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ അനൗൺസ് ചെയ്തിരുന്നത്. ഏപ്രിൽ 30 പവിത്രത്തിൻ്റെ ഒന്നാം ഭാഗം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മെയ് 18-ന് പരമ്പര വീണ്ടും രണ്ടാം ഭാഗം ആരംഭിക്കുമല്ലോ എന്ന് കരുതി പ്രേക്ഷകരെ സന്തോഷം തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ആ ദിവസം മാറ്റുകയും മെയ് 25-ാം തീയതി പവിത്രം സീരിയലിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോ വീഡിയോകളും മറ്റും പുറത്ത് വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കരുതിയത് മെയ് 25-ന് പരമ്പര ആരംഭിക്കുന്നു എന്ന് തന്നെയായിരുന്നു. ഏറെ നിരാശയിൽ ആഴ്ത്തിക്കൊണ്ട് മെയ് 25-ാം തീയതിയും പരമ്പര ആരംഭിച്ചില്ല എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ വലിയ നിരാശയും അതുപോലെ ദേഷ്യവുമുള്ളത്. അത് സോഷ്യൽ മീഡിയയിലെ കമൻസുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനും സാധിക്കും. പവിത്രം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പര തന്നെയായിരുന്നു. കാരണം മറ്റു പരമ്പരകളെല്ലാം പെട്ടെന്ന് നിർത്തണമേ എന്നാണ് പ്രേക്ഷകർ കമൻസുകൾ പറയാറുള്ളത്. എന്നാൽ ഈയൊരു പരമ്പര കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അതായത് വളരെ വ്യത്യസ്തമായ കഥാപ്രമേയവും അതുപോലെ അഭിനേതാക്കളും എല്ലാവരും കഥാപാത്രങ്ങളും എല്ലാം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈയൊരു പരമ്പരയെ അത്രമേൽ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ പരമ്പര കാണാൻ വേണ്ടി പ്രേക്ഷകർ അത്രയധികം കാത്തിരിക്കുന്നതും. എന്നാൽ 2 തവണയും ഡേറ്റ് മാറ്റിയ സമയത്ത് ഇതിപ്പോൾ പ്രേക്ഷകർക്കാകെ തന്നെ നിരാശയും ദേഷ്യവും ആക്കി മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് പേരാണ് ഇപ്പോൾ കമൻസുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളിനി പവിത്രം പരമ്പര കാണുന്നില്ല, കാത്തിരുന്നു മടുത്തു, കൃത്യമായൊരു ഡേറ്റ് പറഞ്ഞുകൂടെ, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്, വ്യൂസ് കൂട്ടാൻ വേണ്ടിയാണോ, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് കമൻസുകളാണ് വരുന്നത്.